ഹലോ. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാവുമോ? പലതര ന്യൂസുകളാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് T20യിലേക്ക് വേൾഡ് കപ്പിലേക്ക് സെലക്റ്റായപ്പെട്ട ഒരു വ്യക്തിയാണ്. അവിടെ സെലക്ഷന് ഇനിയൊരു മറ്റൊരു സാധ്യതയും അവിടെ ഇല്ല. ഓൾറെഡി 3 ഓപ്പണേഴ്സിനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ ആൻഡ് അഭിഷേക്. പിന്നെ തിലക വർമ്മ ആക്ച്വലി ഔട്ട് ഓഫ് ഫോം അല്ല. അവൻ ആക്ച്വലി കുറച്ച് പരിക്ക് പറ്റി മാറി നിൽക്കുകയാണ്. അവൻ തിരിച്ചു വരുന്നുണ്ട്. ഇവിടുത്തെ ചോദ്യം, സഞ്ജു കളിക്കുമോ ഇല്ലയോ? എന്തിനാണ് മാഷേ നിങ്ങളിങ്ങനെ പേടിക്കണത്? സഞ്ജു തന്നെയായിരിക്കും ഓപ്പണർ. സഞ്ജുവും അഭിഷേകും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവുമില്ല. കാരണം 4 ബാറ്റേഴ്സിനെ ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ലൈൻ ബാറ്റേഴ്സായിട്ടുള്ള അഗ്രസീവ് ഫോം ഓഫ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അഗ്രസീവ് ഫോം ഓഫ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഏത് സമയത്തും ആ മനുഷ്യൻ ബാറ്റ് ചെയ്യുമ്പോൾ ഔട്ടാവണമെന്ന് ആഗ്രഹിച്ചില്ലെങ്കിലും ഒരു 100% അല്ലെങ്കിൽ 99% സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും അഗ്രസീവായിട്ടുള്ള ഫോം ഓഫ് ക്രിക്കറ്റാണ് അവർ കളിക്കുന്നത്. അഭിഷേക് വെരി ഫസ്റ്റ് ബോൾ തൊട്ട് ഹിറ്റിംഗ് ആണ്. സഞ്ജു വെരി ഫസ്റ്റ് ബോൾ തൊട്ട് ഹിറ്റിംഗ് ആണ്. ഇഷാൻ കിഷൻ വെരി ഫസ്റ്റ് ബോൾ തൊട്ട് ഹിറ്റിംഗ് ആണ്. സൂര്യകുമാർ യാദവ് വെരി ഫസ്റ്റ് ബോൾ തൊട്ട് ഹിറ്റിംഗ് ആണ്. ഇങ്ങനെ നമ്മളുടെ സെൽഫിഷ് അല്ലാത്ത ഒരു കളി കളിക്കുമ്പോൾ ഈ രീതിയിൽ റിസൾട്ട് ചിലപ്പോൾ ഉണ്ടാവാം. 3 പേരിൽ അല്ലെങ്കിൽ 4 പേരിൽ 2 പേര് ക്ലിക്കാവും, 2 പേര് ചിലപ്പോൾ ക്ലിക്കാവില്ല. അഗ്രസീവ് ഫോം ഓഫ് ക്രിക്കറ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, സെൽഫിഷ് അല്ലാത്ത. ഇവിടെ ഗില്ലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഗിൽ എന്തുകൊണ്ടാണ് സെൽഫിഷാണ് എന്ന് എല്ലാവരും പറഞ്ഞത്? കാരണം അവൻ ഒത്തിരി ഡിഫൻസിലേക്കും നല്ല ബോൾ മാത്രം നോക്കി കളിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പോയത്. അതായത് ബോൾ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ബോൾ മാത്രം ഹിറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സഞ്ജു ടീമിലേക്ക് വന്ന മൂവ്മെൻറ്റിൽ തന്നെ ഇന്ത്യ എല്ലാം 200+ മാറി. അഗ്രഷൻ, ആ ഫോം ഓഫ് വേ ഓഫ് അപ്രോച്ചാണ് മാറിയത്. കംപ്ലീറ്റ് ടീമിൻ്റെ അപ്രോച്ച് മാറി. മനസ്സിലായില്ല? സഞ്ജു സ്കോർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. സഞ്ജുവിൻ്റെ അപ്രോച്ച്, ബോൾ വേസ്റ്റ് ആക്കാതെയുള്ള അപ്രോച്ച്. അതേസമയം ഗില്ല് അവിടെ നിൽക്കുമ്പോൾ 25 ബോളിൽ 30 റൺസ്, 40 ബോളിൽ 40 റൺസ്. ഇങ്ങനെ വന്നാൽ നമ്മൾക്ക് കളി ജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ കളി തോറ്റു പോകും. അതുകൊണ്ട് സഞ്ജുവിനെ കുറ്റം പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്, ഇന്ത്യൻ ടീം സെലക്ടേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് എങ്ങനെ കളിക്കണം എന്നുള്ളത്. നമുക്ക് ഡിഫെൻസീവായിട്ട് പിന്നെ ഉള്ള ആളുകളുണ്ട് പുറകിൽ.